ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് നല്ല ചൂടോടെ നല്ലൊരു ബോംബെ ബിരിയാണി കഴിച്ചാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 കിലോ ചിക്കനും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, 3 കിലോ ബസ്മതി റൈസും വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നമുക്ക് വെള്ളം ഊറ്റി വയ്ക്കാം. നമ്മൾ മീഡിയം വലുപ്പത്തിലുള്ള 9 സവാള എടുത്തിട്ട് നന്നായി ക്ലീൻ ചെയ്ത് നല്ല നൈസായിട്ട് അരിഞ്ഞുണ്ടാക്കി. ഇത് 9 സവാള എന്തെന്ന് വെച്ചാൽ നമുക്ക് 4 എണ്ണം സലാഡിനും ബാക്കി 5 എണ്ണം നമുക്ക് ബിരിയാണിക്ക് വേണം. ശേഷം നമ്മൾ 2 തക്കാളി എടുത്തിട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തു. ഇതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നൈസായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ശേഷം നമ്മൾ 4 ഉള്ളി കുറച്ച് വെച്ച് നമ്മൾ സലാഡും ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ചട്ടി വെച്ച് ചട്ടിയിൽ സൺഫ്ലവർ ഓയിലും അല്പം നെയ്യും ഒഴിച്ചു. അതിന് ശേഷം നെയ്യ് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളിൻ്റെ ഹാഫ് പോർഷൻ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. അതിന് ശേഷം നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ റൈസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അത് മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ വെച്ച് ആ ചിക്കൻ ഒന്ന് നന്നായിട്ട് ഒരു ഹാഫ് വേവ് ആയതിനു ശേഷം നമ്മളത് കോരി മാറ്റി വെക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിരിയാണി റൈസിലിടുമ്പോൾ ഉടഞ്ഞു പോകാതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കോരി വയ്ക്കും. ശേഷം നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഉള്ളിയുടെ ബാക്കി ഉള്ളി ഉണ്ടല്ലോ അത് നമ്മൾ അതിലിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തു. ഉള്ളി ഏകദേശം വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിൽ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സ്മെല്ലൊന്ന് പോയി കിട്ടിയതിന് ശേഷം നമുക്ക് നേരെ അതിൽ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. ശേഷം തക്കാളി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഉണ്ട് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം നന്നായിട്ട് നമുക്ക് എല്ലായിടത്തും വരുന്ന പോലെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം നമ്മൾ ഒരു ഹാഫ് പോർഷൻ നമുക്ക് തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏത് ചാപ്റ്റർ വെക്കും? അതുപോലെ നമുക്ക് എല്ലായിടത്തും തൈരാകുന്ന പോലെ നന്നായിട്ട് ഇളക്കി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതാണ് നമ്മുടെ ബോംബെ ബിരിയാണി മസാല മെഹ്റാൻ്റെ. ഇത് നമ്മൾ സൗദിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ബോംബെ ബിരിയാണി മസാല നമുക്ക് ഒരു പാക്കറ്റ് ഫുൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കണക്കെന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് കൊണ്ട് നമുക്ക് 8 പേർക്ക് സെർവ് ചെയ്യുന്ന പോലെ ഉണ്ടാക്കാവുന്ന കണക്ക്. അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് ഫുള്ള് നമുക്ക് ആഡ് ചെയ്യാം. ശേഷം ആ മസാല എല്ലാ ചിക്കനിലും നന്നായിട്ട് പിടിക്കുന്ന പോലെ നമുക്ക് നന്നായിട്ട് ഇളക്കി നല്ലതായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ശേഷം നമ്മൾ റൈസ് ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റൈസ് ഇടാം. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് റൈസ് ഇടാം. അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ അമ്മയിൽ കറുവാപ്പട്ട ഗ്രാമ്പൂ ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിനുശേഷം റൈസ് നമ്മൾ ഊറ്റിയെടുത്തിട്ട് നമുക്ക് നമുക്ക് ചിക്കൻ ഏകദേശം വെന്ത് ഒരു 3/4 ഭാഗത്തിൻ്റെ മേലെ വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസും അതേപോലെ നമ്മൾ 3/4 ഭാഗം വേവിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ റൈസ് ഊറ്റിയെടുത്തിട്ട് നമുക്ക് നേരെ ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആദ്യം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി വാട്ടി വെച്ചല്ലോ അതും നമുക്ക് മല്ലിച്ചപ്പ് പുതിന ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നമുക്ക് ഡെക്കറേഷനല്ല നമുക്ക് സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേലെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മളെ സീസണിങ്ങും പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുന്നത് ഇത് ബോംബെ ബിരിയാണിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഉള്ളി നമ്മൾ മല്ലിച്ചപ്പ് പൊടിയും മാത്രമേ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമുക്കൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ബിരിയാണിയാണ് ബിരിയാണി
നെയ്യ് ഒഴിച്ചു. അപ്പം നെയ്യ് കഴിഞ്ഞു. പുതിയ നെയ്യ് എടുക്കാൻ പോയി. അതിനുശേഷം നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദ വെച്ചിട്ടാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ മൈദ നല്ല സ്റ്റിക്കി ആയിരുന്നു. അങ്ങനെ മൈദ ഇട്ട് നമ്മൾ ദമ്മ് സെറ്റ് ചെയ്യാനുള്ളതായിട്ട്. അപ്പോൾ നേരത്തെ കുറച്ച് നെയ്യ് നമുക്ക് ഒഴിക്കാൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ നെയ്യ് ഒരുക്കാൻ വെച്ചത് ഒരുക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ബാക്കി കുറച്ച് നെയ്യും കൂടി നമ്മൾ ഒഴിച്ചതിന് ശേഷം നമുക്ക് ദമ്മിട്ട് അടച്ചു വെക്കാം. അങ്ങനെ എല്ലായിടത്തും നന്നായിട്ട് ദമ്മിട്ട് നമ്മൾ സെറ്റാക്കിയ ശേഷം നമ്മൾ കുറച്ച് കണൽ വാരിയിട്ട് അടുപ്പിൽ നിന്ന് കുറച്ച് കണൽ വാരിയിട്ട് അടപ്പിൻ്റെ മേലെ നമ്മളൊരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയും കുറച്ച് കണലിട്ടിട്ട് നമുക്കങ്ങനെ ദമ്മ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ്. പക്ഷേ ഇത് പൊട്ടിക്കുമ്പോൾ നമുക്കൊരു സ്മെല്ല് അതൊന്നും കിട്ടാണ്ട്. ആ സ്മെല്ലിലാണ് ഈ ബിരിയാണിയുടെ പവർ ഇരിക്കുന്നത്. അത് പൊട്ടിക്കുമ്പോൾ ഒരു സ്മെല്ല് വരാണ്ട്. എങ്ങോട്ട് സീ കൂട്ടാ?